സമയം രാവിലെ 6 മണിയാകുന്നതേയുള്ളൂ. മലേഷ്യയുടെ മെയിൻലാൻഡിനെ ലങ്കാവിയിൽ നിന്ന് വേർതിരിക്കുന്ന അൻഡമാൻ കടലാണ് ഈ കാണുന്നത്. ഇന്നലെ മലേഷ്യയുടെ തലസ്ഥാന നഗരമായ കോലാലംപൂരിൽ നിന്ന് ബസ്സിലാണ് ഞാൻ ലങ്കാവിയിലേക്ക് ബോട്ട് പുറപ്പെടുന്ന ക്വാലാപെർലിസ് ജെട്ടിയിലെത്തിയത്. ഏകദേശം 492 കിലോമീറ്റർ ദൂരമുണ്ട് തലസ്ഥാന നഗരത്തിൽ നിന്ന് അവിടേക്ക്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബസ് യാത്രയ്ക്ക് ശേഷം ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഞാൻ ക്വാലാപെർലിസിലെത്തിയത്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് 6 മണിക്കുള്ള ആദ്യ ബോട്ടിലാണ് ഞാൻ ലങ്കാവിയിലേക്ക് പുറപ്പെട്ടത്. ലങ്കാവി ദ്വീപിലെ കുവാ ജെട്ടിയിലാണ് നമ്മൾ ഈ ബോട്ടിൽ എത്തിച്ചേരുക. ലങ്കാവിയുടെ തലസ്ഥാനമായ കുവാ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് ജെട്ടി ടെർമിനൽ. ലങ്കാവിയിലേക്ക് വരുന്ന സഞ്ചാരികളുടെ പ്രധാന പ്രവേശന കവാടമാണ് ഈ ബോട്ട് ജെട്ടി എന്ന് പറയാം. ഇവിടെ നിന്നും മലേഷ്യയിലെ ക്വാലാപെർലിസ് കൂടാതെ ക്വാലാകെഡ, പെനാങ്, തായ്ലാൻഡിലെ സാറ്റൂൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഫെറി സർവീസ് നടക്കുന്നുണ്ട്. കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചെറിയ ബോട്ടുകൾ. ഒരു പുലർകാലത്തിൻ്റെ ആലസ്യത്തിലാണ് ലങ്കാവി. അതിരാവിലെയുള്ള ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞാൻ ലങ്കാവിയുടെ മണ്ണിലേക്ക് ഇറങ്ങി. തദ്ദേശീയരും വിദേശീയരുമായ ഏകദേശം 60ഓളം ആളുകൾ ആ ബോട്ടിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ നിർമ്മിതിയാണ് ഈ ബോട്ട് ജെട്ടി എന്ന് പറയാം. ഒരു എയർപോർട്ടിൽ എന്ന പോലെ എല്ലാ സൗകര്യങ്ങളും ഒക്കെയുണ്ട്. ഞാൻ മെല്ലെ പുറത്തേക്ക് നടന്നു. ഇവിടെ നിന്നൊരു ടാക്സി പിടിച്ച് ലങ്കാവിയിലെ ലോകപ്രശസ്തമായ സ്കൈ ബ്രിഡ്ജിലേക്കാണ് ഇന്ന് പത്തേമാരിയുടെ യാത്ര. ആ കാണുന്നത് ലങ്കാവിയിലെ പ്രശസ്തമായ ഈഗിൾ സ്ക്വയറിലെ കെട്ടിടവും ജലാശയവുമാണ്. മനോഹരമായാണ് അവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. 4 വരി പാതയാണ്. അതിരാവിലെ ആയതുകൊണ്ടാവാം വാഹനങ്ങൾ വളരെ കുറവാണ്. ലങ്കാവിയിലെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഏകദേശം 31 കിലോമീറ്റർ ദൂരത്താണ് സ്കൈ ബ്രിഡ്ജ്. ഗ്രാബ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കുറഞ്ഞ ചെലവിൽ ടാക്സി പിടിച്ച് ബ്രിഡ്ജിലേക്ക് എത്താൻ കഴിയും. റോഡിനിരുവശത്തും ചെറിയ വീടുകളും കെട്ടിടങ്ങളും കാണാം. എല്ലാറ്റിനും അതിൻ്റേതായ ഒരു ചന്തമുണ്ട്. ഈ കാണുന്ന ഓറിയന്റൽ വില്ലേജിൽ നിന്നും കേബിൾ കാർ ടിക്കറ്റ് എടുത്ത് അതിൽ വേണം നമുക്ക് മലമുകളിലെ സ്കൈ ബ്രിഡ്ജിലെത്താൻ. ഈ കാണുന്നത് ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളുമൊക്കെയാണ്. നിരവധി കെട്ടിടങ്ങളുണ്ട്. ചെറിയ പാർക്കുകളും താമസിക്കാനുള്ള ഹോട്ടലുകളും ഒക്കെയായി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഓറിയന്റൽ വില്ലേജിനെ ഇവർ മാറ്റിയിരിക്കുന്നു. ഏകദേശം 15 മിനിറ്റാണ് കേബിൾ കാർ യാത്ര. 55 മലേഷ്യൻ റിംഗറ്റ്, ഏകദേശം 990 ഇന്ത്യൻ രൂപയാണ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ചാർജ്. കേബിൾ കാറിൻ്റെ ബോഗിയിലുള്ള വ്യത്യാസമനുസരിച്ച് പലതരത്തിലുള്ള ടിക്കറ്റുകളുമുണ്ട്. കേബിൾ കാറിൽ നിന്നും താഴേക്കുള്ള കാഴ്ചയാണിത്. ചെറിയ പാർക്കുകളും ടിക്കറ്റ് സ്റ്റേഷനിലെ കെട്ടിടങ്ങളുമൊക്കെ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 660 മീറ്റർ ഉയരത്തിൽ ഗുനുങ്മാറ്റ് സിൻകാങ് കൊടുമുടിയിലാണ് സ്കൈ ബ്രിഡ്ജ്. മുകളിലോട്ട് പോകുന്തോറും കോടമഞ്ഞും തണുപ്പും കൂടി വരുന്നതായി എനിക്ക് തോന്നി. ഒരു വനപ്രദേശത്തിന് മുകളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ യാത്ര. മുകളിലോട്ട് പോകുന്തോറും ദൂരെ അൻഡമാൻ കടലിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. നീലനിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന കടലിൻ്റെ മനോഹര ചിത്രം ആരെയും ആകർഷിക്കും. അങ്ങ് ദൂരെ ആ കാടിന് നടുവിൽ ഒരു വെള്ളച്ചാട്ടം കാണാം. കേബിൾ കാറിൻ്റെ ഗ്ലാസ്സിലൂടെയുള്ള ഷൂട്ടിംഗ് ആയതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് എത്രത്തോളം ഈ കാടിൻ്റെയും പ്രകൃതിയുടെയും ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയില്ല. ആ കാണുന്നത് പുതുതായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. മലേഷ്യയിൽ ഞാൻ കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി എനിക്ക് തോന്നിയത് ഈ സ്കൈ ബ്രിഡ്ജ് യാത്രയാണെന്ന് പറയാം. കേബിൾ കാറിൽ നമ്മൾ വന്നിറങ്ങുന്നത് കോടമഞ്ഞു പുതച്ച് കിടക്കുന്ന ഈ മലമുകളിലാണ്.
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുന്ദരമായ കാഴ്ചയാണ് മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. കോടമഞ്ഞ് മുകളിലേക്ക് നീങ്ങി വരുന്നത് കാണാം. ചെറിയ കാറ്റും തണുപ്പുമൊക്കെയായി ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. മലമുകളിലെ ഈ വിശാലമായ ഡെക്കിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച, അത് ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയുമാണ് ഇവിടുത്തെ പ്രധാന വിനോദം. സഞ്ചാരികളായി വന്നവരെല്ലാം തന്നെ സ്കൈ ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയിലുള്ള ഈ കേബിൾ കാർ സ്റ്റേഷനിൽ ഇറങ്ങി ഈ ഡെക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ലോകപ്രശസ്തമായ ആ ബ്രിഡ്ജിലേക്ക് പോകുക. ഇത്തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റികൾ നടത്താനുള്ള നിരവധി മലകളും ഇതിനേക്കാൾ മനോഹരമായ പ്രകൃതിയും നമുക്കുണ്ടായിട്ട് പോലും ഒന്നും നടപ്പിലാക്കാൻ പറ്റാത്തത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ലോക ടൂറിസം ഭൂപടത്തിൽ ഒന്നുമല്ലാത്തൊരു രാജ്യമായി നമ്മൾ എന്നേ മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. പ്രകൃതി കനിഞ്ഞു നൽകിയ പുഴകളും കായലുകളും മലകളും വിശാലമായ കടൽത്തീരമുണ്ടായിട്ടും ലോകപ്രശസ്തമായ അല്ലെങ്കിൽ ലോകോത്തര നിലവാരമുള്ള ഒരൊറ്റ ടൂറിസം ഡെസ്റ്റിനേഷൻ പോലും കേരളത്തിലില്ല എന്നതാണ് സത്യം. രണ്ട് മലകളെ ബന്ധിപ്പിച്ച് ദൂരെ കാണുന്നതാണ് സ്കൈ ബ്രിഡ്ജ്. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഈ കാഴ്ചകൾ കാണാനായി ഇവിടെ എത്തുന്നത്. കേബിൾ കാറിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ നീല നിറത്തിൽ കാണുന്ന ഈ മനോഹര കാഴ്ചയാണ് ലോകസഞ്ചാരികളെ മുഴുവൻ ഈ നാട്ടിലേക്ക് ആകർഷിച്ചതെന്ന് എനിക്ക് തോന്നി. പച്ചപുതച്ചു നിൽക്കുന്ന മലനിരകൾ, ദൂരെ അൻഡമാൻ കടലിൽ പൊങ്ങി നിൽക്കുന്ന ദ്വീപുകളും ചുണ്ണാമ്പ് മലകളും കാണാം. ചെറിയൊരു യാത്രയ്ക്ക് ശേഷം ഞാൻ സ്കൈ ബ്രിഡ്ജിലേക്കുള്ള കേബിൾ കാർ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം ബ്രിഡ്ജിലേക്ക് കയറാൻ. 6 മലേഷ്യൻ റിംഗറ്റാണ് ചാർജ്. ആ റെയിൽ പോലുള്ള ഇരുമ്പ് പാലത്തിലൂടെ വരുന്നതാണ് സ്കൈ ഗ്ലൈഡ്. ഇതിൽ ഒരേ സമയം 12 പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുക. ഇവിടെ നിന്ന് പ്രത്യേകം ടിക്കറ്റ് എടുത്താൽ ഇതിൽ നമുക്ക് സ്കൈ ബ്രിഡ്ജിലേക്ക് എത്താൻ കഴിയും. 2015 ഡിസംബറിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടതിനാൽ തന്നെ ഞാൻ അതിനും മുതിരാതെ ഈ വഴിയിലൂടെ നടന്നു പോകാൻ തീരുമാനിച്ചു. ഒരു 20 മിനിറ്റ് ഈ വഴിയിലൂടെ നടന്നാൽ നമുക്ക് സ്കൈ ബ്രിഡ്ജിൽ എത്താൻ കഴിയും. ഈ പാതയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഏകദേശം 324 സ്റ്റെപ്പുകളാണുള്ളത്. മലഞ്ചെരുവിലൂടെ ഈ ചെറിയ കാട്ടിലൂടെയുള്ള ഈ യാത്രയും ഒരു രസമാണ്. ദൂരെ നമ്മൾ ആദ്യം വന്നിറങ്ങിയ കേബിൾ കാർ സ്റ്റേഷനും അവിടുന്ന് സഞ്ചാരികളെയും കൊണ്ടുവരുന്ന ക്യാബുകളും കാണാം. 2005 ഫെബ്രുവരി 27 ലങ്കാവി സ്കൈ ബ്രിഡ്ജ് ലോകത്തിനായി തുറന്നുകൊടുത്തത്. 125 മീറ്റർ നീളത്തിലുള്ള വളഞ്ഞ ഈ ആകാശപാതയും കേബിൾ കാറും ലങ്കാവിയുടെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്. ലങ്കാവി വികസന അതോറിറ്റിക്കാണ് ഇതിന്റെ പരിപാലന ചുമതല. 2003 ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കൃത്യം 12 മാസത്തിനിപ്പുറം 2004 ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിന്റെ പണി പൂർത്തിയായത്. $1.2 മില്യൺ ഈ പദ്ധതിക്കായി ചെലവായത്. കുറേ സഞ്ചാരികൾ ആ ബ്രിഡ്ജിലെ കാഴ്ചകൾ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ഞാനും ആ ചെറിയ പാലത്തിലൂടെ മുന്നോട്ട് നടന്നു. ആ കാണുന്ന വലിയ ഒറ്റത്തൂണിലാണ് ഈ പാലത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. 81.5 മീറ്റർ ഉയരമുള്ള ഈ ഒറ്റത്തൂണിലുള്ള നിരവധി ഉരുക്കുവടങ്ങളിലാണ് ഈ പാലത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്.
തറനിരപ്പിൽ നിന്നും ഏകദേശം 100 മീറ്റർ ഉയരത്തിലാണ് പാലം. നിർമ്മാണകാലത്ത് റഷ്യൻ നിർമ്മിത കമോവ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പാലത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിച്ചാണ് ഇതിന്റെ നിർമ്മാണം സാധ്യമാക്കിയത്. എല്ലായിടത്തും സഞ്ചാരികളുടെ ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കാണ്. അവിടെ കാഴ്ചകൾ കാണാനായി ത്രികോണാകൃതിയിലുള്ള ഒരു ചെറിയ ഡെക്കുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു. 2006 പുറത്തിറങ്ങിയ ഡോൺ, അതുപോലെ 2007 തമിഴ് സൂപ്പർ സ്റ്റാർ അജിത്ത് നായകനായ ബില്ലയുടെയും ചിത്രീകരണം ഇവിടെ നടന്നിരുന്നു. ആ സിനിമയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാലം നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടത് എന്ന് പറയാം. കോടമഞ്ഞ് മുകളിലേക്ക് നീങ്ങി വരുന്നത് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പച്ച നിറഞ്ഞ മലനിരകളും അതിനപ്പുറത്തായി അൻഡമാൻ ഉൾക്കടലും കാണാം. പച്ച പുതച്ച് കിടക്കുന്ന മലമുകളിലേക്ക് കോടമഞ്ഞ് വരുന്ന മനോഹര കാഴ്ചയാണ്. എത്ര നേരം അവിടെ നിന്നാലും മതിവരില്ല എന്നതാണ് സത്യം. വീതി കുറവായതുകൊണ്ടും ചെറിയൊരു ഇളക്കമുള്ളതുകൊണ്ടും ചെറിയൊരു പേടിയോടെയാണ് എല്ലാവരും ആ പാലത്തിലൂടെ നടക്കുന്നത്. 1.8 മീറ്റർ വീതിയാണ് ഈ നടപ്പാലത്തിനുള്ളത്. ഒരേ സമയം 250 പേർക്കാണ് പാലത്തിലേക്കുള്ള പ്രവേശനം. 2012 നവീകരണത്തിനായി അടച്ചിട്ട ഈ പാലം വീണ്ടും സന്ദർശകർക്കായി തുറന്നുകൊടുത്തത് 2015 ബില്ല സിനിമയിലൂടെയാണ് ഞാൻ ഈ ബ്രിഡ്ജ് ആദ്യമായി കാണുന്നത്. അന്നേ കരുതിയതാണ് ഒരിക്കൽ ഈ പാലത്തിലൂടെ എനിക്കും അൻഡമാൻ കടലിനെ നോക്കി കാണണമെന്ന്. കുറച്ച് സമയം കൂടി അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു പോന്നു. മനോഹരമായൊരു പ്രദേശത്താണ് ഇതിൻ്റെ നിർമ്മാണം നടന്നതെന്ന് പറയാം. താഴെ ഒരു കൊടുങ്കാട് തന്നെയാണ്. പലപ്പോഴും നിമിഷനേരങ്ങൾ കൊണ്ടാണ് കോടമഞ്ഞ് ഈ ഭാഗം മുഴുവൻ വ്യാപിച്ച് കാഴ്ച മറയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് ഇത്തരമൊരു നിർമ്മിതിയുടെ പ്രവർത്തനം നടക്കുന്നതെങ്കിൽ പ്രകൃതി ചൂഷണത്തിൻ്റെ പേര് പറഞ്ഞ് മുളയിലെ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചേനെ. ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുമാണ് ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പിന്നിലെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ 15 മിനിറ്റ് നീളുന്ന ഈ കേബിൾ കാർ യാത്ര എന്നെപ്പോലെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാവും. ജീവിതത്തിൽ തിരക്കും പ്രശ്നങ്ങളുമൊക്കെ മാറ്റി നിർത്തി പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ യാത്ര ആസ്വദിക്കാനായി ഒരിക്കലെങ്കിലും ലങ്കാവിയിലേക്ക് വരിക. ലോകത്തെ പ്രശസ്തമായ കേബിൾ കാർ ശൃംഖലകളിൽ ഒന്നാണ് ഇതെന്ന് പറയാം. പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഒന്നും തന്നെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഈ കേബിൾ കാറിൽ മലമുകളിലേക്ക് വരുമ്പോൾ ആവശ്യമായ ഭക്ഷണങ്ങളും വെള്ളവും നമ്മൾ നിർബന്ധമായും കരുതിയിരിക്കണം. മുകളിൽ എല്ലാറ്റിനും 3 ഇരട്ടിയിലധികം തുകയാണ് ഈടാക്കുന്നത്. അകലെയുള്ള ആ ദ്വീപുകൾ തായ്ലാൻഡിൻ്റെ അധീനതയിലുള്ള തരൂറ്റാവോ പ്രദേശത്താണ്. മലേഷ്യയിലെ ഏറ്റവും സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രമായാണ് ഇന്ന് ലങ്കാവി അറിയപ്പെടുന്നത്. 99 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ലങ്കാവി. കേബിൾ കാർ സ്റ്റേഷൻ നിൽക്കുന്ന ഈ പ്രദേശം മുഴുവൻ ഒരു ടൂറിസ്റ്റ് ഹബ്ബായി ഇവർ മാറ്റിയിരിക്കുന്നു. ഈ ഓറിയന്റൽ വില്ലേജിലെ ആ കാഴ്ചകളിലേക്കാണ് പത്തേമാരിയുടെ യാത്ര.